നിങ്ങൾ പോയി ശാംഭവിയും കൊണ്ട് ആശുപത്രി ചെല്ലാൻ പറഞ്ഞു കോട്ടയത്തെ. അപ്പം പെട്ടെന്ന് കാറൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല, തിരിയത്തില്ല, ഓരോരോ പ്രശ്നങ്ങൾ. അപ്പം കോട്ടയം പോവാം. എന്തിനാ ഓർക്കുന്നത്? വേണ്ട, നമ്മുടെ മടി വായുണ്ട്. ടാറ്റാ. കുഴലടിച്ചിട്ട് വെള്ളം കിട്ടിയോ? ഇല്ലല്ലേ? എത്ര അടിച്ചമാര്? 800.
കൊച്ചാക്കിനും വല്ല കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ചേച്ചാച്ചൻ്റെ അടുത്ത് താഴോട്ട് ഇറങ്ങിയിട്ടാ പാർക്കിങ്. അവിടെ എവിടെയെങ്കിലും ഇട്ടാൽ മതി. ഞാൻ ഓട്ടോയിൽ പോയി കയറിയില്ലേ ജയൊക്കെ വിളിക്കുമ്പോൾ കേട്ടോ. ഇത് ഇതിലേ കയറി. ആ ഇതാരാ നോക്കി ഇതാരാ ആരുടെ ഇത്? കാണിച്ചോ 10 മണിയാവും. ജയൊക്കെ അവിടെ ഫ്രണ്ടിൽ പോണ്ട്. ഇതൊന്നും അല്ല, നീ മിണ്ടായിരുന്നേരം കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. 3 മാസമായിട്ട് ഇവിടെയാണ്. ആണോ? ഇവിടെ പക്ഷേ എങ്ങനെയുണ്ട്? പാടാല്ലേ? പണി സുഖമാണോ? അപ്പൊ പോവാന്ന് പോകുന്നുണ്ടോ? നീ ചുമ്മാ കയ്യെ പിടിച്ചാൽ ഞാൻ എടുത്ത് വായിക്കും. ജയ നിന്നെ എന്നെ പീഡിപ്പിച്ചോ? നിൽക്കണേ ഓടുവാ വേണ്ട, സമയായി. ആരാണീ കൂടെ എനിക്ക് ഇല്ലമ്മ എന്നാ തിരക്കാണ്. ഞാൻ ആഹാരം കഴിച്ചിറങ്ങി. 10 മണി അവിടെ ചേർന്നോ പറഞ്ഞാൽ 10 കഴിഞ്ഞു. ഓഫീസ് വന്നിട്ടില്ലായിരുന്നു.
പോയി നോക്കട്ടെ. പോയി നോക്കിയിട്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ പോവാന് നമ്മൾ അവിടുത്തെ ഇവിടെ വന്ന് ആദ്യം ചെയ്തു. ആ സെയിം സാധനം തന്നെ മുണ്ടക്കയത്ത് ക്യാമ്പ് വന്നപ്പോൾ അവിടെയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അങ്ങോട്ട് രണ്ടിടത്ത് ഒരു സാധനം തന്നെ 2 പ്രാവശ്യം ചെയ്തു. അതിപ്പോൾ വിഷയം. മടുത്തു. എവിടെ കോട്ടെ എവിടെ അവിടെ ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പ വേണ്ട ആശുപത്രി പോകണം. അങ്ങോട്ട് വേണ്ട. അവിടെ നിന്നല്ലേ ഇപ്പം ഇങ്ങോട്ട് ഓടിയത്. ഡോക്ടർ വന്നിട്ട് വരുമോ? മതി. ആ വരും. വരട്ടെ. ഡോക്ടറിന്റെ വേന എനിക്ക് അരുൺ ഡോക്ടർ. ആ ഡോക്ടർ അല്ലേ ഒരേ സംഭവം തന്നെ ഇപ്പോൾ 2 പ്രാവശ്യം ചെയ്തേക്കുക. കാരണം ഇത്രയും നാൾ നമ്മൾ ചെയ്തില്ലായിരുന്നു. അതായിരുന്നു പ്രശ്നം. ഇപ്പം നമ്മൾ ചെയ്ത സാധനം തന്നെ 2 പ്രാവശ്യം ചെയ്തു. ഇപ്പം എന്താവും എന്തോ. നാരായണ അടുത്താണ് എന്നതിലൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇത് അടങ്ങിയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ കേൾക്കത്തേ ഇല്ല. സൈക്കാട്രിസ്റ്റ് ഷാംപൂയ്ക്ക് മരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് അവിടെ നിൽക്കാം. ഇതിലേ പോടി. അവിടെ പോയി വണ്ടി നിൽക്കും. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതി. ഞാൻ മേടിച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. ആ ഫ്രണ്ട് വേണ്ടിയായിട്ടില്ലോ. തുടങ്ങി.
എന്തമ്മേ അയ്യോ ഇതെല്ലാം ആ ഇറങ്ങിക്കോ എല്ലാം കൂടെ. ഈ സാധനത്തിന് കൂടെ ഇറക്ക്. ടി വി വെക്കട്ടെ. ടി വി വെക്കുന്ന ആദ്യം വീട്ടിൽ കയറ്. അവളെ പിടിച്ചോയേ. കൃഷ്ണ നിൽക്കേ. എൻ്റെ പിന്നെ എനിക്ക് കുഞ്ഞാ ഞാനും കൂടെ പെട്ടെ. ഞങ്ങളൊന്ന് ആരാണ് ഞങ്ങൾ? അയ്യോ ആ തുറക്കണമെങ്കിൽ അമ്മ വരണമല്ലോ. അമ്മ വരാതെ തുറക്കില്ലല്ലോ. തുറന്നിട്ടേക്കോണോ? ആര്? ശാമ്പവിയാണോ? നാരായണി ഇറങ്ങിക്കേ. ആ ചെരുപ്പെടുത്താ കൊണ്ടുവച്ചേ. ആ അതോടെ ഇരിക്കട്ടെ. അത് ആമസോണിൻ്റെ വന്നാ. സിംബായേ ഞങ്ങൾ കോട്ടയം വരെ പോയിട്ട് വന്നാ കേട്ടോ. തുറക്കണോ? തുറന്നില്ലെങ്കിൽ ചേച്ചി തുറക്കല്ലോ. നമുക്കുണ്ടല്ലോ എന്താടി എന്നാ വിളിക്കണ്ട എന്നെ എടുത്തോണ്ട് വരാൻ. ഞാൻ എടുക്കാന്നാ. ഇല്ല അതെടുക്കുകയല്ല. ആ ഇത് കൊള്ളാലോ. ആ ഈ കളറാണോ വന്നേ? അടിപൊളി. വെള്ളക്കാരെന്നല്ല ചെളി പറ്റി അറിയത്തില്ല. അയ്യോ കുഞ്ഞ് മാറമ്മോ. കൊറിയർ അവിടെ അല്ലേ ഇരിക്കുന്നേ? എടുത്തോണ്ട് വരുവാടി പാവം എൻ്റെ കുഞ്ഞ്. അവിടെ വെച്ച് പൊട്ടിച്ചൊന്ന് കാണിച്ചു കൊടുക്കുക. അത് എന്നാ സമാധാനമാവട്ടെ എൻ്റെ കൊച്ചിന്. എങ്ങനെ പൊട്ടിക്കണ്ടേ? അപ്പച്ച പൊട്ടിച്ചു തരൂടാ മോനെ. കുഞ്ഞിനെ പൊട്ടിക്കാൻ വയ്യ. കണ്ടിട്ടാണ് പ്രശ്നം. ഞങ്ങൾ വന്നപ്പോഴും ഉണ്ടായിരുന്നു. ഇട്ടിട്ട് പോയെന്ന് ഓർത്ത് കാണും. കുത്തുന്നതല്ല പൊടിക്കുന്നേ. അവിടെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ കുത്തുന്നത് തന്നെയാണെന്ന് പറഞ്ഞിട്ടിരിക്കും. പൊടിക്കുന്നത് അമ്മ പറയും അത്രയും പോരാ, കുറച്ചുകൂടെ കാപ്പിക്കുരു പൊടിക്കണം ഇതാവണമെന്ന്. അല്ലെന്ന് കുറച്ചുകൂടെ വറക്കണമെന്ന് ശ്യാമളം പറഞ്ഞു. ഒരു കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ ഇച്ചിരി കറ ഇതായിട്ടാണോ? നീ കണ്ടിട്ടില്ല ഞാൻ കാപ്പി പൊടി ടെസ്റ്റ് അടിക്കാം. ബാ കാപ്പിപ്പൊടി എടുക്കാം. ആ പിന്നല്ലാതെ ഇപ്പോഴേ ടെസ്റ്റ് അടിക്കുക ഞങ്ങൾ. കുടിക്കാനല്ലേ? അവിടെ നിന്ന് വേണം. ഇതേണ്ടേ ഇല്ല ഉണ്ട്. അതെടുത്തിട്ട് വന്നാ പൊടിച്ചു നോക്കാം. എനിക്ക് ക്യൂരിയോസിറ്റി. എനിക്ക് എന്താ അന്നേരം തന്നെ അത് അവിടെ അതെ ഞെക്ക്. അത് നോക്കട്ടെ. പൊടിയില്ലേ? പൊടിയുന്നല്ല ഇച്ചിരി ആവണമെന്നാണ് പറഞ്ഞ. അല്ല നന്നായിട്ട് പൊടിയാണ്. ഇച്ചിരിയുടെ അല്ലെന്ന് ഇച്ചിരിയുടെ പോകുമ്പോൾ നല്ലൊരു പൊടിയും. നോക്കാം. പൊടിഞ്ഞല്ലോ. പൊടിയാണ്ട് ഇച്ചിരി പൊടിക്കാം. നല്ലതായിട്ട് പൊടിയുണ്ടല്ലേ? ചെറിയ വിലയിലുള്ള പൊടി. പൊടിയൊന്നും കുഴപ്പമില്ല. അല്ല
കാപ്പിപ്പൊടി ഇച്ചിരി കറുപ്പിരിയിലാവുമ്പോ ഒരുമാതിരി കറുപ്പ്, അതായത് ഒരു കയ്പ്പ് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. വരികയല്ലേ അത് ഞാനും ഓർക്കുന്നത്. അറിയില്ല, ഞാൻ പണ്ട് തൊട്ട് അമ്മയൊക്കെ ഇങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നേ. അത് വന്നിട്ട് കാര്യമില്ല. പൊടിയുന്നുണ്ടല്ലോ, മറ്റേനേക്കാളും പൊടിഞ്ഞല്ലോ. നല്ലതായിട്ട് പൊടിഞ്ഞു. പിന്നെ നല്ലൊരു മണമൊക്കെ സക്സസ് ആയി. അത് നോക്കിയേ, നല്ലൊരു മണമല്ലേ അല്ലേ? വാവ്, പൊടിയുടെ മണമെന്ന് പറയുമ്പോൾ ഒരു നെസ്റ്റ് ആണ്. കടയിൽ കിട്ടുന്ന പോലെ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, സക്സസ്. മോള് പേരെന്നാ? മോള് ഇവിടെ ഇല്ല. അല്ല, ഇവിടെ അറിയാം നമ്മളെ. ഇല്ല, നിങ്ങളെ ഇങ്ങനെ കണ്ടത് ഞങ്ങൾ ഉള്ളൂ. മോളെ താങ്ക് യു ഉണ്ട്. ആ ആണോ? ഇല്ല. ആ ആ, അത് അമ്പലയുടെ വീട് അടുത്താണ്. കൊച്ചുമോൻ്റെ കിട്ടിയത് കൂടുതലും ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. പുള്ളി ഇപ്പം അവിടെ അല്ലേ ജോലി? കോട്ടയത്ത്. ആ, അമ്പലയുടെ വീട് ആ ഭാഗത്തല്ലേ? അല്ല, അപ്പുറം വഴിയാ. ഓഹോ, ഒരു അമ്പലി. അതായത് സുലേഖാൻ്റെ ഒക്കെ വീട് ആ ഭാഗത്ത് മണ്ടലല്ലേ? സുലേഖ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടോ? മോഹൻ സുലേ. ആ, അവര് പോയി. ആ ഹാ, മേളില്. അത് അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ്, ഭാര്യയുടെ അനിയത്തി. അത് അങ്ങനെ. സുനിത? സുനിതയോ? സുലേഖ അവർ പെങ്ങുന്താ? അവിടെയാ? ആ, മറ്റേ ആ ആ, അവിടാണോ? ആ, വീടുണ്ടോ? അതോ വീട് വെച്ച് അടുത്താ? അപ്പൊ കെട്ടിച്ചേക്കുന്നോ? ആണോ? ആ ആ, ആണോ? അമ്മയുടെ പേരെന്നാ പറഞ്ഞേ? രമണി. അച്ഛൻ്റെ പേര് കൃഷ്ണ. പറഞ്ഞായിരുന്നോ? അത് പറ. ആ, അമ്മ വീട്ടിലുണ്ട്. മനസ്സിലായി. അപ്പൊ ഇനിയിപ്പോ തിരിച്ചങ്ങനെ പോച്ചൻ ഉണ്ടല്ലേ? ആ ഹാ ഹാ. മോളും വന്നിട്ടുണ്ടോ? ഇല്ല, അതേ ഉള്ളൂ. ആ ആ, അപ്പൊ ഇത് കഴിച്ചാലും പുള്ളിക്കാരി ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. മോനെ, നമ്മുടെ അമ്പലമില്ല, കൃഷ്ണന്റെ അമ്പലം, അതിന്റെ മേൽഭാഗത്തായിട്ട്. മറ്റേ കൊച്ചുമാമനില്ലേ, ഇന്ന് കണ്ടില്ലേ? ആ മാമന്റെ വീടിനടുത്ത്. 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 ആ അത് തന്നെ, അത് തന്നെ. എനിക്ക് വയ്യ. ആ, ഇനിയിപ്പോ ഞാനിപ്പോ എന്നെങ്ങനെ കൊച്ചുമാൻ്റെ അച്ഛൻ്റെ പേരൊക്കെ. ഭാര്യ അവിടെ ഉണ്ട്. അവിടെ ഉണ്ടടി വേണേ. ഇപ്പൊ ഇവിടെ ആരാ? അമ്മയൊക്കെ ഉണ്ടോ? അമ്മ ആണോ? അറിയാം എനിക്ക്, പക്ഷേ എനിക്ക് ആ പേര് പറഞ്ഞ ആണോ? പുള്ളിയുടെ അല്ല, അതിന്റെ പേര് ശരിക്കും എന്തോ പേരാ? ആ, ആണോ? ഓട്ടോയുടെ പേരും ഇതിന്റെ ഓട്ടോയുടെ പേരും ആണോ? ഇല്ല. ആണോ? ആണോ? ആഹാ. അയ്യോ, അതൊക്കെ അങ്ങ്. അതെ. ഇവിടെ ആന്റിയുടെ അമ്മയുടെ പേരെന്നാ പറഞ്ഞേ? ഈ ആന്റിയുടെ അമ്മയുടെ പേരെന്നാ പറഞ്ഞേ?
ആയിക്കോട്ടെ പറ. ആ ഓക്കെ ഞാൻ മേടിച്ചു. പഠിച്ചു പഠിച്ചു. ഇതെന്നെ ബഹളമായിരുന്നറിയോ പോക്കോളായ എൻ്റെ പൊന്നെ. കുറെ നാളെ അലക്സ് വെച്ചിട്ട് അതാ നടന്ന് കൊണ്ടുപോകാൻ കൊള്ളത്തില്ല ഇതിന് മോളെ. ഇവിടെ ഒരു പ്രശ്നമില്ല. മാത്രല്ലേ കാണുന്നുള്ളൂ. അതൊന്നും പ്രശ്നമില്ലേ. അല്ല ഇവിടെ ഇരുന്നാന്ന് വെച്ചാൽ വെളിയിലോട്ട് കൊണ്ടുപോയാലും സാധാരണ സ്ഥലത്തൊന്നും വലിയ പ്രശ്നമില്ല. ഇത് ആശുപത്രി എന്ന് കഴിയുമ്പോൾ അവളുടെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ വെളി ഞങ്ങൾ കാണുമ്പോഴേ വെളിയിലോട്ട് ഇറങ്ങാൻ പുള്ളിക്ക് ഒരു പൊതുവെ ഇങ്ങനെ ഈ ഒരു ഒറ്റ ചുറ്റുപാട് താമസിക്കുന്നത് കൊണ്ടാണ്. നാട്ടിലുള്ള പിള്ളേരെ ഇങ്ങനെ തന്നെയാണ്. വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചത് എന്നാ കഴിക്കുന്നേ? എന്നാ കഴിക്കുന്നത് ശാമ്പവി? ബിരിയാണിയോ? എന്നോട് വേണോന്ന് ചോദിച്ചോ? ചോദിച്ചോട് ചോദിച്ചോന്ന്. മതിയോ? അടി ഒന്ന് കഴിച്ചു കൊടുത്തു. അടി കോപ്പം കിട്ടും. രാവിലെ പോകണ്ടേ, ചോറൊന്നും വെച്ചില്ല. രാവിലെ എല്ലാവരും പോയേക്കും. അടുത്ത സമയം ചെയ്യുന്നില്ല. പിന്നെ നമ്മളവിടെ നിന്ന് കാര്യമില്ലേ. വേണ്ട ഓല പോലെ വെക്കണ്ട. ചേച്ചിയുടെ മോള് വന്നിട്ട് മണം കഴിക്കാനായിട്ട് ചേച്ചിയുടെ മോൾക്കൊരു ടാങ്ക് പറഞ്ഞു. അച്ഛൻ വീഡിയോ പിടിക്കാണ് പറഞ്ഞത്. രാധു ആന്റി ടാങ്ക് എന്ന് പറഞ്ഞു. പറ ഇവിടെ ആളില്ല പറഞ്ഞു. ഉറക്കെ പറ, കേക്കണം. രാധു ആന്റി കേൾക്കണം. ഉറക്കെ പറ. രാധു ആന്റി ടാങ്ക് എന്ന് പറ. ഉറക്കെ പറ, കേക്കത്തില്ല. ഉറക്കെ അങ്ങോട്ട് നോക്കി പറ. രാധു ആന്റി താങ്ക് യു എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് എന്ന് പറ. താങ്ക് യു സോ മച്ച്. നബ്രുക്കുട്ടനെ തിരക്കിന്ന് പറ. നബ്രുക്കുട്ടനെ തിരക്കിന്ന് പറ. പറ ഉറക്കം പറ, കേക്കത്തില്ല. നബ്രുക്കുട്ടനെ തിരക്കിന്ന് പറ. തിരക്കിന്ന് പറ. നബ്രുക്കുട്ടനുണ്ട് അവിടെ, ഇപ്പൊ കാണും. വാവയുണ്ട്. അമ്മേ അല്ല എന്തൊരു പാവമായിട്ട് സംസാരിക്കുന്നു. നമുക്ക് അവിടെ ഇല്ല. കളിക്കണമെന്ന് ബെഡേല് കളിക്കണമെന്ന്. മുട്ടായി വേണ്ടേ? മുട്ടായി വേണം. എടേ വാവയുടെ പേരെന്നാന്ന് ചോദിച്ചേ? അവരുടെ പേര് ഒഫീഷ്യൽ നെയിം ആദ്യാന്ത് രാഹുൽ നായർ. ആദ്യാന്ത്. ബെഡ് നെയിം നബ്രു. നബ്രു. ഞാൻ പഠിക്കുന്ന 1 വയസ്സായിരുന്നു. ഒരാളല്ലോ. അമ്മ എനിക്ക് ചേട്ടന്റെ പറഞ്ഞു. ഏത് ചേട്ടൻ്റെ വന്നു? ചൈനക്കാരൻ്റെ ചേച്ചിയുടെ മരം വരയ്ക്കും, അമ്മയുടെ മരം വരയ്ക്കും, എല്ലാം പഠിച്ചു. ആണോ? അത് ആര് തന്നെ? ആന്റിയുടെ പേരെന്താ? തന്ന ആന്റിയുടെ പേരെന്താ? ആരാ തന്നെ? രാധു ആന്റി. ആരാ? ഇവിടെ ഇല്ല. എറണാകുളത്തൊന്നുമല്ല. എവിടായിരുന്നു? അല്ല എവിടെ? ഗൾഫിലെവിടാ? ദുബൈയിലാണോ? ദുബൈയിലാണോ മോനെ? മുട്ടായി എടുത്ത് കൊടുത്താടി. വേണ്ടേ? ഇത് വേണോ? അത് വേണോ?
അത് കൂട്ടു വേണ്ട. ആരോ ഓട്ട ആരോട്ടെ ആ ആ ഷിയാസാടാ ആ ആണോ ആ ആ ആണോ സെയിം സാധനം കണ്ടിട്ട് നിനക്ക് അവൾക്ക് കൊണ്ടുവരണോ ഇത് സെയിം? നമുക്ക് ഇതുകൊണ്ട് അവള് കൂടെ കൊടുക്കാൻ ഇവിടെ അല്ല ഇതുണ്ടാക്കുന്നുണ്ട് അവൾ കൊടുക്കുകയില്ല അതൊക്കെ ഉണ്ടാക്കുള്ളൂ അമ്മ എനിക്ക് ഒരെണ്ണം എടുക്കണം അതല്ലെന്ന് എനിക്ക് പടം വയ്ക്കണം. പണം തുടങ്ങാൻ പണം തന്നെ അറിയാവോ എവിടെയാ ഇതിനകത്ത് വരയ്ക്കണേ ആണോ അല്ലെ ഡ്യൂട്ടി ചെയ്യുന്നതാണോ അവിടെ ഒരു മണിയാണ് മോളെ എവിടെ എത്തിച്ചേരുന്നത് അത് അതല്ല തൂക്കാൻ തൂക്കാൻ വേറെ സാധനമുണ്ട് വീട്ടിൽ എടുക്കുക എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതേട്ടോ കുഞ്ഞാവാ ഇത് രാധു ആന്റി ഈ ആന്റിയാണ് കണ്ടോ ഇത് കുഞ്ഞാവാ കുഞ്ഞോടെ പേരെന്നാ കുഞ്ഞോടെ പേരെന്നായിരുന്നു വേറെന്താ പറഞ്ഞു ഇല്ല ഇപ്പൊ ഇത്രയായി വിജയ് സ്റ്റൈൽ കാണിച്ചിരിക്കുക കണ്ണാടിയൊക്കെ വെച്ച് ഈ കുഞ്ഞുവാവ ഇത് കുഞ്ഞുവാവ. നെബ്രു അമ്മ കാണിച്ചിട്ടോ? അമ്മേനെ അമ്മേനെ ഇപ്പൊ കാണിക്കണോ? കാണിച്ചല്ലോ ആ, കാണിച്ചു തരാം. അമ്മയുടെ പിടിമേ അതുകൊണ്ട് ഗിഫ്റ്റ് തന്നു ഗിഫ്റ്റ് തന്നില്ലേ ഇത് അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് അമ്മയെ കാണിച്ചു അതിന്റെ അമ്മ ഇത് അമ്മ അമ്മ ഈ ആന്റിയുടെ അമ്മയാണ് ആന്റിയുടെ അമ്മയാണ് ഈ ചേച്ചി രാധു ചേച്ചി അമ്മ കാണിച്ചു. ഇത് ചേച്ചി ചേച്ചിയുടെ അമ്മ ആടിയത്. ഈ ചേച്ചിയുടെ അമ്മ ഞാന് ആ അതെ ഈ ചേച്ചിയുടെ അമ്മയാണ് ഈ ചേച്ചി മനസ്സിലായോ കണ്ടു ആ അത് ആ ചേച്ചിയുടെ കുട്ടിയാണ് ഈ ഇതിക്ക് ഇത് ഈ ചേച്ചിയുടെ കുഞ്ഞിത് കുഞ്ഞാവ നബ്രു നബ്രു ആ നബ്രു ഇപ്പൊ മനസ്സിലായോ ഇതിനകത്ത് ആരാ? ഇനി അതാണ് ഈ രാധു നീല ഇട്ടത് രാഘു ആന്റി രാഘു ആന്റിയാണ് ഇപ്പൊ അമ്മയെ കാണിക്കേ. രാഘുവാന്റിയുടെ അമ്മയോ ഇത് ആ അമ്മയുടെ ഫോട്ടോ ഇതിനകത്ത് കാണിക്കാൻ എന്റെ അമ്മയാ അല്ലല്ല ആ? അമ്മയുടെ അല്ല ചേച്ചിയുടെ ഫോട്ടോ ഇതിനകത്ത് കാണിക്കാൻ കാണിക്കേ. എന്നെയാണോ ഇത് കണ്ടോ അമ്മ ഞാന് ഇത് ഇത് ഞാനാ അമ്മ ഞാന് ആ എന്റെ അമ്മ കാണിക്കണോ എന്റെ അമ്മ കാണിക്കാണോ പറയുന്നത് ഇതെന്താ പൊന്നെ അവിടെ അച്ഛനെ കാണിക്കുമ്പോ ജിബ്രുക്കുട്ടനെ അന്വേഷിച്ചു നബ്രുക്കുട്ടൻ നബ്രുക്കുട്ടൻ അന്വേഷിച്ചു പറയാം അനുഷ്ഠ പറയാം രാഘവന്റെ അനുഷ്ഠ പറയാം കേട്ടാ ചെല്ല് ഓട്ടോയിലാ വന്നത്. ഓട്ടോ നമുക്ക് കൊണ്ടുവിടാം
എന്നെ കൊണ്ടുപോകും ഇവിടുത്തെ വലിയ ബക്കറ്റിനോ ബക്കറ്റിനാ ചേച്ചി ഞാൻ പറഞ്ഞേ ഇല്ല നമ്മളിപ്പോ മുട്ടക്കത്ത് കയറി വന്നല്ലേ ഉള്ളൂ. ചേച്ചി ആ അപ്പൊ ആന്റി ഇനി വരുമ്പോ കൊണ്ടുപോകണം. ആ കൊണ്ടുപോകാവേ ഇനി വരുമ്പോ കൊണ്ടുപോകാം. ഓക്കെ ഇത് എടുത്ത് വരയ്ക്കാനുള്ള ചെരുപ്പിട്ടിട്ട് വേണേ. കയറ്റിട്ടെ ശരിക്കും ചേച്ചി ഇത് ആരെ കെട്ടിക്കാൻ ബർത്ത്ഡേ ആരെയാ ബർത്ത്ഡേയോ? ആ അത് ചേച്ചിയുടെ ആങ്ങളയുടെ. ഇത് ചേട്ടായുടെ വേന ചേട്ടായുടെ വേന ആരാ കൃഷ്ണലാൽ കൃഷ്ണലാൽ സിംബ ഉണ്ടോ ഇവിടെ ഞങ്ങൾ സിമ്പിൾ അവിടെ ഇത് മറ്റേ റോക്കി. പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞാൻ നേരത്തെ ചേട്ടാ കൊടുത്തേ. ഓക്കെ എന്നെ കൊണ്ടുപോ ചേച്ചി കൊണ്ടുപോകണോ അടുത്ത പ്രാവശ്യം വരുമ്പോ ചേച്ചി കൊണ്ടുപോകുന്നേ. കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് വരാം. വരും കേട്ടോ. കേട്ടോ കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരാം കൊണ്ടോ അച്ഛന്റെ പേരാണ് അച്ഛൻ്റെ ഒക്കെ പേരൊക്കെ നമുക്ക് അന്ന് പറയാവേ. സസി സതി ആ ഓക്കെ അത് തന്നെ. അമ്മയുടെ പേരാവോ അമ്മയുടെ പേരെന്നാ പറഞ്ഞു അല്ല അച്ഛന്റെ പേരാവോ പറ മാധവൻ കുട്ടി പാരി മാറ്റി. കുട്ടിയുണ്ടല്ലോ എന്തായാലും. കുട്ടി ചേർക്കണ്ടോ എന്റെ ദൈവമേ. ആ ഇത് പോയോ ഓടി. ശരി അവിടുത്തെ മരം വെട്ടുക എന്ന് വെച്ചാൽ നമ്മുടെ പെരയുടെ മെണ്ടലോട്ടാണ് മരം കിടക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഓണർ സായൻ ചേട്ടന് ആ മരം വെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. വെട്ടിക്കളയാണെങ്കിലേ അല്ലെങ്കിൽ കാറ്റോ ഒക്കെ വരുവാണെങ്കിലേ നമ്മൾ പെരയുടെ മെണ്ടലോട്ട് കിടക്കും. പക്ഷെ നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. ചേട്ടനത് കണ്ടറിഞ്ഞ് ചെയ്യുവാണ്. ആ മരം കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് കാ വീഴും കേട്ടോ. അവിടെ മറ്റേ കിളിയൊക്കെ മറ്റേ കുയിലൊക്കെ എപ്പോഴും വന്നിരിക്കുന്ന ആ മരത്തിൽ ആ കാ തിന്നാൻ വേണ്ടി. ഇങ്ങനെയുള്ളൊരു അപായ ഭീഷണി ഇല്ലെങ്കിൽ ഈ മരമൊന്നും മുറിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കാരണം കുയിലും എന്തൊക്കെയോ പക്ഷികൾ അവിടെ അതിനകത്ത് വന്ന് കയറിയിരിക്കും ആ മറ്റേ ആ കാ തിന്നാൻ വേണ്ടി. പിന്നെ ഇങ്ങോട്ട് മരത്തിൻ്റെ വീടിൻ്റെ ഒക്കെ മണ്ടയിലോട്ടൊക്കെ വീഴുന്നതുകൊണ്ട് ഉള്ള പേടി കൊണ്ടൊക്കെയാണ്. താഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴുമോന്ന് ഇങ്ങോട്ട് ഉള്ള മരവും വരെ മുറിപ്പിച്ചവർ. അങ്ങോട്ട് യാതൊരു രീതിയിലും വീഴുന്നില്ല. പേടി കൊണ്ട് വീഴുമോ എന്നുള്ള, പക്ഷേ യാതൊരു രീതിയിലും വീഴാനായിട്ട് ചാൻസ് വളരെയധികം കുറവുള്ള മരങ്ങൾ വരെ മുറിച്ചു. പിന്നെ എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മുടെയൊക്കെ നിർഭാഗ്യവശാൽ എങ്ങാനും വല്ലതും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി പോവില്ലേ. ചെറിയ വെയിലുണ്ട്. എന്തായാലും ശരിയാട്ടെ, നല്ല കാര്യം. ഇതൊന്നും കണ്ടിട്ട് പേടി വരുന്നു. തോട്ടി ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞായിരുന്നു. ഉണ്ടെങ്കിലേ നമുക്കൊരു തോട്ടി ഉണ്ടല്ലോ. ചേട്ടാ മിക്കവാറും അത് എടുക്കാൻ വേണ്ടി വരുമായിരിക്കണം പറയുന്നത് കേട്ടു. തോട്ടി എടുക്കാൻ വന്നാണോ? തോട്ടി എങ്ങനെയാട്ടാ പാറല്ലേ അത്? പച്ചത്തവളയോ? അതിനെ പിടിക്കാനാണോ അതിൻ്റെ മണ്ട കയറിയിരിക്കുന്നവന്മാർ? ആണോ? വലുതോ? അയ്യോ അയ്യാടാ, അത് ഞങ്ങൾ കാട്ടുവാസികളല്ലേ എന്ന് വെച്ചോണ്ട് പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. ചേട്ടാ കഴിച്ചോ? ഫ്രൈ ചെയ്ത് കഴിച്ചോ? ഞാൻ വീഡിയോ ചെയ്യാം. ആ അല്ലേ, പിന്നെ പച്ചത്തവള. അയ്യോ അയ്യോ അയ്യോ, ഇത് എങ്ങോട്ട് പോവാ? എന്നെ കൊല്ലാൻ വരുവാണോ?
കത്തി എങ്ങോട്ടോ പോയി. വലിച്ചാൽ മതി ഇങ്ങോട്ടുണ്ടോ? കത്തി ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ടോ പോയി. താഴെ എവിടെയോ പോയെന്നാ പറഞ്ഞു. എൻ്റെ ഭഗവാനെ, അവിടെയൊക്കെ ബാക്കത്തി അവിടെ പോയി. ഇപ്പം കെട്ടി വരച്ച് കയറ്റുക. ചേട്ടാ ചോദിക്കുക ഇതെന്താ സാധനമാണ്. ഞാൻ പറഞ്ഞതൊരു യാ നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇത്ര മൂർച്ച നമ്മുടെ വാക്കത്തിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പേടി. എനിക്കിത് മൂർച്ച കാണുന്നത്. അങ്ങോട്ട് പോയില്ല. അകത്തിരിക്കുന്ന ആ പിള്ളേർക്ക് ഇവിടെ എന്താ നടക്കുന്ന പോലും അറിയത്തില്ല. ആ കുരു വീണിട്ട് പോലും ഒക്കെ മനസ്സിലാകുന്നത്. ഇത്രയും കുരു എന്തിനാണ് ഞങ്ങളെ പെരയുടെ മണ്ണ വീഴുന്നെന്ന്. അയ്യോ, നാരായണയുടെ ഒരു കാര്യം. ഞാൻ പിന്നെ പോട്ടെന്ന് വെക്കാം. വൗ, ഞാനീ ഓടുന്നേ. മഴ മഴ പെട്ടെന്ന് മഴ. എല്ലാരും കൂടെ ഇവിടെ അടിക്കാൻ നിൽക്കുക. എപ്പോഴും ഉണ്ടല്ലോ. ഇന്നും സൂപ്പർ മഴ. വെളി വെച്ചോ? അത് നമ്മളിന്ന് കൂടിനകത്ത് പിടിച്ചിട്ടിട്ടില്ല പോയ കോഴീനെ. കോഴി എന്നും മുട്ടയിടുന്നിടത്തല്ല, ആ കൂടിനകത്ത് തന്നെ ഇട്ട്. ഇന്നും സൂപ്പർ മഴ.